നമുക്ക് രണ്ട് ബോക്സുകളിലായി ദൃശ്യങ്ങൾ കാണാം. ഒന്ന് കൽപ്പറ്റ ടൗൺ വഴി പ്രധാനമന്ത്രി ചുങ്കം വഴി പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയത്. രണ്ടാമത്തെ ക്യാമറ അത് മേപ്പാടിയിലാണുള്ളത്. മേപ്പാടിയിലാണ് അടുത്ത യൂണിറ്റ് ഉള്ളത്. അവിടത്തു കൂടിയാണ് ഇനി പ്രധാനമന്ത്രിയുടെ വാഹനം നേരെ അങ്ങോട്ടേക്കാണ് എത്താൻ പോകുന്നത്. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ എത്തും. അനശ്വരയുണ്ട് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ. അനശ്വര, എത്ര സമയം വേണ്ടിവരും ഇനി കൽപ്പറ്റ ടൗണിൽ നിന്നും അനശ്വര നിൽക്കുന്നിടത്തേക്ക് മേപ്പാടിയിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എത്താനായി? അക്ഷയ, അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഈ വഴി കടന്നുപോകും. കാരണം സാധാരണഗതിയിൽ കൽപ്പറ്റയിൽ നിന്നും മേപ്പാടിയിലേക്കുള്ള ദൂരം ഏകദേശം 20 മിനിറ്റിനുള്ളിൽ നമുക്ക് വാഹനത്തിൽ വരാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ വാഹനവ്യൂഹം ആയതുകൊണ്ട് തന്നെ 10 മിനിറ്റിനുള്ളിൽ തന്നെ, അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വഴി പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുമെന്നുള്ളതാണ് അറിയുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അങ്ങനെയാണ് അറിയുന്നത്. പക്ഷേ നമ്മൾ നിൽക്കുന്നത് മേപ്പാടി ടൗണിലാണ്. ഇവിടെ നിന്നും 12 കിലോമീറ്റർ ദൂരത്തിലാണ് ചൂരൽമല എന്നുള്ളത്. ഇവിടെ വെച്ച് മാധ്യമപ്രവർത്തകരെ അടക്കം ഇവിടെ അവരുടെ പ്രവേശനം, നമ്മുടെ പ്രവേശനം ഇവിടെ വിലക്കിയിരിക്കുകയാണ്. ചൂരൽമല എത്തുന്നു, അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്നു, അതിനുശേഷം വിംസ് ഹോസ്പിറ്റൽ എത്തിയതിനു ശേഷം അവിടെ ആളുകളെ കണ്ടതിന് ശേഷം തിരിച്ച് SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ എത്തുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് പ്രതികൂലമാകുന്നുണ്ട്. മഴ പെയ്യുന്ന സാഹചര്യത്തിലേക്ക്, ഒരു വെയിലൊക്കെ മങ്ങി മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തുകയാണ്. സാധാരണഗതിയിൽ ഒരു പ്രധാനമന്ത്രി നമ്മുടെ നാട് സന്ദർശിക്കുന്ന കൗതുകത്തിലല്ല ഇവിടെയുള്ള ആളുകൾ, ഇവിടെയുള്ള ജനക്കൂട്ടം നിൽക്കുന്നത്. പകരം വയനാടിനു വേണ്ടി എന്ത് നൽകും എന്നുള്ള, നമ്മുടെ ആളുകളെ ചേർത്ത് പിടിക്കാൻ എന്തു നൽകും എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. വയനാട് ദുരന്തഭൂമി സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതിനുള്ള ഏറ്റവും പ്രതീക്ഷയും നമ്മൾ ഇവിടെ ആളുകൾ കൈവടിയാതെ തന്നെ നിൽക്കുന്നുണ്ട്. സാധാരണ ഒരു ദുരന്തമാകുമ്പോൾ L1, L2, L3 കാറ്റഗറി ഉണ്ടാകുമല്ലോ. അപ്പോൾ L3 കാറ്റഗറിയിൽ ഒരു ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കുമോ, അതോ വയനാടിനായി ഒരു പ്രത്യേക പാക്കേജ് മാത്രമാണോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമ്മൾ ക്യാമ്പിലുള്ള ആളുകളോടൊക്കെ സംസാരിച്ച സമയത്ത് അവർ പറയുന്നത്, ചൂരൽമലയും മുണ്ടക്കയും ഒക്കെ ആ പാലം നമ്മൾ ഒലിച്ചുപോയി അവിടെ ബെയിലി പാലം ഉണ്ടാക്കി അവർ തമ്മിലുണ്ടായിരുന്ന ഒരു സൗഹൃദം ഇനിയും തുടരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു തരത്തിലേക്ക് എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ നൽകുന്ന തരത്തിലേക്കാണ് എത്തിക്കുക. ഇപ്പോൾ വാഹനവ്യൂഹം, ജില്ലാ കളക്ടറുടെ വാഹനവ്യൂഹം പോകുന്നു. വാഹനവ്യൂഹം ഇതാ കടന്നു പോവുകയാണ് മേപ്പാടിയിലൂടെ. ദൃശ്യങ്ങളാണ് ജില്ലാ കളക്ടറുടെ വാഹനം അതാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം അല്പസമയത്തിനകം എത്തും. വലിയ സുരക്ഷയാണ് മേപ്പാടിയിലും ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ ഇതാ ബാരിക്കേഡ് വെച്ചിട്ട്, ഒപ്പം തന്നെ അല്ലാതെയൊക്കെ ആളുകളെ രണ്ട് സ്ഥലത്തായിട്ട് തടഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി നിൽക്കുന്ന, ഒരു നോക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒപ്പം തന്നെ കേന്ദ്രത്തിന്റെയും ഒപ്പം പോലീസിന്റെയും ഒക്കെ തരത്തിലുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് വയനാടൻ മണ്ണിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. വയനാട്ടുകാരുടെ കണ്ണീരൊപ്പാൻ, കേരളത്തിന്റെ കരം പിടിക്കാൻ എന്ന് തന്നെ നമുക്ക് പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ സംസ്ഥാനമാകെയും നോക്കിക്കാണുന്നത്.